ഒരിക്കലും ഒരു വിവാഹ ശുശ്രൂഷയ്ക്ക് അക്രൈസ്തവനായ ഒരു മനുഷ്യൻ എന്റെ അടുക്കലിരിക്കുന്നു. ഞാൻ സ്റ്റേജിലല്ലിരിക്കുന്നത്, സദസ്സിലായി. അപ്പൊ പാസ്റ്റർ പ്രസംഗിച്ചപ്പോ കുഞ്ഞാടിന്റെ കല്യാണം. പുള്ളി ചോദിച്ചു, നിങ്ങൾ ആടിനെയും കല്യാണം കഴിപ്പിക്കുമോ? മനുഷ്യനെ മാത്രമല്ല, നിങ്ങൾ ആടിനെ. Not just the humans, but also the lamb. അപ്പൊ ഇത് അവർക്കിതൊന്നും മനസ്സിലാകുകയില്ല. Because they don't know what this is. അപ്പൊ അത് നമുക്ക് മനസ്സിലാകും കുഞ്ഞാടിന്റെ കല്യാണം. We know what the marriage of the lamb is. അപ്പൊ അത് മനസ്സിലാക്കി തരം തിരിച്ച് പറയാനും പരിജ്ഞാനത്തോടത് സ്ഥാപിക്കാനും പറയാനും കഴിവുള്ള പക്വത വന്ന ആൾക്കാരുണ്ട്. അവർക്ക് വചന ശുശ്രൂഷയ്ക്ക് സമയം കൊടുക്കണം. ഇപ്പം ചെറുക്കന്റെ ഭാഗത്തു നിന്നും പെണ്ണിന്റെ ഭാഗത്തു നിന്നും പിന്നെ വന്ന ഗസ്റ്റ് എല്ലാവർക്കും ഒന്നും കൊടുക്കണ്ട. ആർക്കെങ്കിലും വിവരമുള്ള പരിജ്ഞാനമുള്ള ഒരാൾ വചനം ശുശ്രൂഷിച്ചാൽ, പെണ്ണിന്റെ ഭാഗത്തു നിന്ന് 10 മിനിറ്റ്, ചെറുക്കന്റെ ഭാഗത്തു നിന്ന് 15, ഗസ്റ്റായിട്ട് വന്ന പുള്ളി 10, ആർക്കും തികയത്തുമില്ല, ഒന്ന് നോക്കുകയില്ല. അപ്പൊ ആകെ കൂടെ വചന ശുശ്രൂഷയ്ക്ക് അരമണിക്കൂറാണ്. മിക്കയിടത്തും പാട്ടുകാർ 1.5 മണിക്കൂർ അവിടെ നടക്കുക.